നമസ്കാരം. 230-ലധികം ആളുകൾ കൊല്ലപ്പെടുകയും 1,00,000-ലധികം ആളുകൾ ഭവനരഹിതരാവുകയും 100 കണക്കിന് ക്രിസ്തീയ ദേവാലയങ്ങൾ തകർക്കപ്പെടുകയും ചെയ്ത കലാപം ഇപ്പോഴും തുടരുകയാണ്. രാജ്യത്തെ ഏറ്റവും ദൈർഘ്യമേറിയ കലാപം എന്ന കുപ്രസിദ്ധിയോടുകൂടി തന്നെ അതെ, നാളെ മണിപ്പൂർ കലാപത്തിന് 1 വയസ്സ് പൂർത്തിയാവുകയാണ്. ഭൂരിപക്ഷ സമുദായമായ മെയ്തികളും ഗോത്രവിഭാഗക്കാരായ കുക്കികളും തമ്മിലുള്ള സംഘർഷം ഇപ്പോൾ 2 രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു പോരാട്ടം എന്ന നിലയ്ക്കാണ് മണിപ്പൂരിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കുക്കികൾ ഇംഫാൽ താഴ്വരയിൽ നിന്നും മെയ്തികൾ കുക്കി ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ നിന്നും പലായനം ചെയ്തതോടുകൂടി നാട് വിഭജിക്കപ്പെട്ട അവസ്ഥയിലുമാണ്. എന്തായാലും ഈ മണിപ്പൂർ കലാപത്തിന് 1 വർഷം തികയുന്ന മെയ് 3-ാം തീയതി, അതായത് നാളെ, വ്യത്യസ്തമായ ആഘോഷങ്ങൾ സംഘടിപ്പിക്കാൻ തന്നെയാണ് കുക്കി സോ മെയ്തി വിഭാഗങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. മരിച്ചുപോയവരുടെ സ്മരണാർത്ഥവും ഉണർവിന്റെയും ദിനം എന്ന നിലയിലാണ് കുക്കി സോ വിഭാഗങ്ങൾ മെയ് 3 ആഘോഷിക്കാൻ ഒരുങ്ങുന്നത്. എന്നാൽ നാർക്കോ ഭീകരരുടെ പിന്തുണയുള്ള അനധികൃത കുടിയേറ്റക്കാർ അവരുടെ ആക്രമണം ആരംഭിച്ച ദിവസം എന്ന തരത്തിലാണ് തങ്ങൾ ആചരിക്കാൻ പോകുന്നത് എന്നാണ് മെയ്തി സംഘടനകൾ അവരുടെ നിലപാടായി അറിയിച്ചിരിക്കുന്നത്. എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും അതിനോടൊപ്പം തന്നെ മാർക്കറ്റുകളും അടച്ചിടാൻ തന്നെ കുക്കി ആദിവാസി സംഘടനയായ ചുരാചാന്ദ്പൂരിലെ ഇൻഡിജിനസ് ട്രൈബൽ ലീഡേഴ്സ് ഫോറം ഇപ്പോൾ തന്നെ ആഹ്വാനം ചെയ്തിട്ടുമുണ്ട്. ഈ കലാപത്തിൽ കൊല്ലപ്പെട്ടവരോടുള്ള ആദരവിന്റെ അടയാളമായി, അനുസ്മരണത്തിന്റെയും ഐക്യദാർഢ്യത്തിന്റെയും അടയാളമായി എല്ലാ വീടുകളിലും കരിങ്കൊടി ഉയർത്തണം എന്നുകൂടി ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും വിവിധ പരിപാടികൾ നാളെ മണിപ്പൂരിനകത്തും പുറത്തുമൊക്കെ നടക്കും എന്നുള്ളത് കൊണ്ട് തന്നെ കനത്ത നിരീക്ഷണം തന്നെയാണ് നമ്മുടെ സുരക്ഷാ ഏജൻസികൾ ഒരുക്കിയിട്ടുള്ളത്. രാജ്യം തെരഞ്ഞെടുപ്പിന്റെ മധ്യത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ പ്രതിഷേധ പരിപാടികൾ ഒന്നും തന്നെ അതിര് കടക്കാതെ നോക്കേണ്ടതുണ്ട്. എന്തായാലും ഔദ്യോഗികമായി രാജ്യത്ത് അത്തരത്തിലുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടില്ല എങ്കിൽ പോലും കലാപത്തിന് 1 വർഷം തികയുന്ന ദിവസമാണ് നാളെ. അതുകൊണ്ട് തന്നെ രാജ്യം ഒന്നടങ്കം ശക്തമായ സുരക്ഷ അല്ലെങ്കിൽ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും അനിഷ്ട സംഭവങ്ങൾ എന്തുണ്ടായാലും സർവ്വസന്നാഹങ്ങളുമായി നേരിടാൻ തന്നെയാണ് സുരക്ഷാ ഏജൻസികളും തീരുമാനിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.